ഹലോ SLC മക്കളെ, നിങ്ങളിപ്പോൾ നല്ല ടെൻഷനാണെന്ന് എനിക്കറിയാം. കുറേ ബേജാറാവുന്നുണ്ട്, നിങ്ങൾ എക്സാമിനെ പറ്റി ആലോചിച്ചിട്ട് കുറേ ടെൻഷൻ അടിക്കുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാ ടീച്ചേഴ്സിനോടും ചോദിക്കുന്ന, ലൈവിലും കമൻസിലും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇനി പഠിച്ചാൽ A+ കിട്ടുമോ എന്നല്ലേ? നിങ്ങൾക്ക് എപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഇനി പഠിച്ചു തുടങ്ങി A+ കിട്ടും, 2 ദിവസമുള്ളൂ അല്ലേ? ചിലപ്പോൾ എന്നോട് വർഷത്തിന് തുടക്കത്തിലും ചോദിച്ച ആൾക്കാരുണ്ട്, ഇനി പഠിച്ച A+ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഗ്യാരണ്ടിയോടെ പറയും, നിങ്ങൾ നന്നായിട്ട് പഠിച്ച A+ കിട്ടുന്നു. ഇപ്പോൾ എക്സാമിൻ്റെ 2 ദിവസം, ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ചോദിക്കുകയാണ് എന്നോട്, ഇനി പഠിച്ചാൽ A+ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഞാൻ യെസ് ഓർ നോ എന്ന് പറയില്ല. നിങ്ങൾക്ക് A+ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾ എത്ര പഠിക്കുന്നു, എത്ര ചെയ്യുന്നു എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനൊരു സിമ്പിൾ ആൻസർ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാം, ഇനിയെങ്കിലും പഠിച്ചാലാണ് A+ കിട്ടുക. ഓക്കെ, ഇനിയെങ്കിലും പഠിക്കണം, അത്രേ ഉള്ളൂ. ദ ക്വസ്റ്റ്യൻ ഇസ് A+ ഇനി കിട്ടുമെന്നല്ല, ഇനിയെങ്കിലും പഠിച്ചാലേ A+ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നേരം പഠിച്ചിട്ടില്ലേ, ഇനിയെങ്കിലും പഠിക്കണം. അപ്പോൾ ഇനിയെങ്കിലും ഈ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നത് മോശം രീതിയിൽ നിന്നാണ്, അങ്ങനെയല്ല, നിങ്ങളെ കുറ്റം പറയുന്നതല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം, മാക്സിമം പഠിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും പഠിക്കാം. ഓക്കെ, നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഇനി പഠിച്ചാൽ A+ കിട്ടുമെന്ന്. ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ലൈവെങ്കിലും മിനിമം കണ്ടിട്ടുണ്ടോ? നിങ്ങളൊരു വർഷത്തെ മാത്സിൻ്റെ മൊത്തം കാര്യങ്ങൾ ഞാനൊരു 10 മണിക്കൂറിൽ കംപ്രൈസ് ചെയ്തിട്ട് ലൈവ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ലൈവ് കണ്ടിട്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ കമൻറ്റ് യെസ്. നിങ്ങൾ അതിന് യെസ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി, ഇനി പഠിച്ചാൽ A+ കിട്ടുമെന്ന്. ഓക്കെ, ഇതെങ്കിലും കണ്ടുപോയാൽ നിങ്ങൾക്ക് A+ കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. വേറെയും കുറേ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് A+ കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയും, നിങ്ങളിത് കണ്ടിട്ടില്ല, എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, സാർ ഇനിയും പഠിച്ച A+ കിട്ടുമോ? എനിക്കറിയില്ല, സംശയമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുള്ള, A+ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒബ്വിയസ്ലി 10 മണിക്കൂർ പഠിച്ചിട്ട് എനിക്ക് എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ പറയുന്ന എക്സാമിന് വരുന്ന അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല, പക്ഷേ മിക്കതും പറയാൻ പറ്റും. ഈ ഒരു 5 മണിക്കൂർ ലൈവും കൂടി, ഫൈനൽ 5 hours 5 മണിക്കൂർ ലൈവും കൂടി നിങ്ങൾ വന്നാൽ, അൻസാർ ഗിറ്റാറും പിയാനും വായിക്കാം, അത് വേറെ കാര്യം, രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. അവസാനം നമുക്ക് സെറ്റാകാം, ഉറപ്പിക്കാം, ഇനി പഠിച്ചാൽ A+ കിട്ടുന്നല്ല, കിട്ടിയെന്ന് ഉറപ്പിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യം. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് പ്രഡിക്ഷൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കൺസ്ട്രക്ഷനൊക്കെ പഠിക്കുക. ഇത്രയൊക്കെ പഠിച്ച് നിങ്ങൾ ഈ എൻ്റെ ലൈവും കണ്ട് പ്രഡിക്ഷൻ കണ്ട് വന്നാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി പഠിച്ചാൽ A+ കിട്ടും എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കാൻ പോകണം. അപ്പോൾ ആ ലൈവ് കണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം കിട്ടും. കണ്ടിട്ടില്ലെങ്കിൽ നല്ല ചാൻസ് ഉണ്ട് മക്കളെ, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണെന്ന്. കിട്ടൂല എന്നല്ല, സാധ്യത കുറവാണെന്ന്. ഇനിയും സമയമുണ്ട്, അത് കാണാൻ മറക്കരുത്. സൺഡേ 5 മണിക്ക് വരാനും മറക്കരുത്. ഇനി പഠിച്ചാൽ A+ കിട്ടില്ല, ഇനി മേടിച്ചെടുക്കുക. അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് മക്കളെ.